അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കും മക്കൾക്ക് സുഖമാണ്. ഇപ്പോൾ അടുക്കള സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് നമ്മുടെ മിക്സീൻ്റെ ജാറാണ് കേട്ടോ. പിന്നെ ഇത് ക്ലിപ്പുള്ള ഇതാണ്. ഹാൻഡ് ഗ്രൈൻഡിങ് ആണ്. ഫ്രീ കണ്ട ഹാൻഡ്സ് ഫ്രീ ഗ്രൈൻഡിങ്, അതായത് നമ്മുടെ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ അടപ്പിടുന്നത്. അപ്പം ഇതാകുമ്പോൾ ഒന്നും പുറത്ത് തെറിക്കുകയൊന്നുമില്ല. ഈ ക്ലിപ്പ് പിടിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് 7 സംതിങ്ങിൻ്റെ സാധനം നമുക്ക് 6 ഇതിനാണ് ഓഫർ റേറ്റ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഒന്നെല്ലാം കൂടെ എടുത്ത് സെറ്റ് ചെയ്യണം. പിന്നെ അടുക്കളയിൽ കുറച്ച് പണിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം. അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. കാരണം ഞാൻ പൗഡർ മേടിക്കാൻ പോവുകയാണ്. അങ്ങനത്തെ പൗഡറല്ല, നമ്മുടെ ടൈലിന് വൈറ്റ് കിട്ടിയില്ലായിരുന്നു, ഡാർക്ക് ബ്രൗൺ ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വൈറ്റ് ഇടണം. ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്ന്, അവർ കാണിച്ചു തന്ന് എങ്ങനെയാണ് ഇടേണ്ടിയുള്ളതെന്ന്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിച്ച് സ്റ്റഡി ടേബിളിന് എന്ത് റേറ്റാണ് എന്ന്. സ്റ്റഡി ടേബിളിന് അന്ന് 5 വർഷം മുന്നേ വാങ്ങിയതാണ്, 2500 രൂപയായിരുന്നു. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അത് ഒരു പരുവം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഹൈറ്റ് കൂട്ടി വെച്ച് കൊടുക്കാം, കുറച്ച് ഹൈറ്റ് കൂട്ടി വെച്ച് കൊടുക്കാം. പക്ഷേ മസ്റൂക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല. ഞാൻ എടുത്ത് മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു. കാരണം 3 പേർക്കും കസേര, അപ്പോൾ ഇപ്പോൾ കസേര കിട്ടിയല്ലോ. പിന്നെ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇടാനുള്ള ഡ്രസ്സാണ്. ഇതെനിക്ക് നമ്മുടെ സജനാത്ത് അയച്ചു തന്നതാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പുറത്ത് പോകുമ്പോൾ. പിന്നെ കല്ലമ്പലത്തിൽ പോകാൻ ഇനി ഇടാനുള്ള ഡ്രസ്സുകൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളെ കാണിച്ചു തരാം. അതെനിക്ക് റാബിയാത്ത് അയച്ചു തന്ന ഡ്രസ്സാണ്. അത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ എൻ്റെ അനിയൻ നാളെ രാത്രി 8 മണിക്ക് ഇൻഷാ അല്ലാ വരെയാണ്. പിന്നെ നിങ്ങളുടെ ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാ ഈ മാസം എന്തായാലും ഒരു കാര്യം 50K ആവണം എന്നെൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. ഈ ചുരിദാർ എങ്ങനെയുണ്ട് നോക്കണം. 50K ആവണം എന്നൊക്കെ വിചാരിച്ച് എപ്പോഴും ചോദിക്കും മസർ മോളുമ്മച്ചി എപ്പോഴമ്മ നമ്മൾ 50K ആവണത്. ഞാൻ പറഞ്ഞാൽ നമ്മളാവും മക്കളെ. ഇൻഷാ അല്ലാ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഇക്കാമാരൊക്കെ ഉണ്ട്. നിങ്ങളെ 3 പേരെ സപ്പോർട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ 3 മക്കളാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ 3 മക്കളാണ്. മിച്ചൂട്ടനെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെന്താണ്, നമ്മുടെ മക്കളെ അള്ള തന്നതല്ലേ നമുക്ക് മക്കളെ. അപ്പോൾ നമുക്കതിനകത്ത് അവകാശം പറയാൻ, നമ്മളെ വളർത്തുക എന്നൊരിത് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ ഇതുവരെ അവർ ഇതായിട്ടിരിപ്പുണ്ട്. ഇത് നോക്ക്, ഈ ചുരിദാർ മാഷാഅല്ലാ സൂപ്പറല്ലേ. പിന്നെ മസർ മോളെ മുത്തുമോനെയും മിച്ചുമോനെയും തിരക്കുന്നവരുണ്ട്. അവർ ഉപ്പാൻ്റെ അടുത്താണ്. ഉമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു, ഉപ്പ എവിടെയുണ്ട്. അപ്പോൾ ഇത് ഷോള്, പിന്നെ പാൻറ്റിൻ്റെ തുമ്പിൽ വർക്കുണ്ട്. ഇത് നല്ല റേറ്റുള്ള ചുരിദാറാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഗ്രീൻ കളർ ചുരിദാറുണ്ട് ഇടാനുള്ളത്. അത് ഷേപ്പ് അടിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതേ ഉള്ളൂ, അത് ഇട്ടിട്ടില്ല. ഒരു പർദ്ദയുണ്ട്. പിന്നെ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഞാൻ ചുരിദാർ ഉപയോഗിക്കും, ഗൗൺ ഉപയോഗിക്കും. പിന്നെ മുന്നേ ഞാൻ ഭയങ്കര മോഡേണല്ല, സാധാ രീതിയിൽ ചുറ്റും മഫ്ത ചുറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. അതാണ്ട് എനിക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് മുന്നേ ഒരു 3 വർഷം 3 വർഷമല്ല 4 വർഷത്തിന് മുന്നേ ഉള്ളൊരു ടോപ്പാണ്. ഇത് നോക്ക്. പക്ഷെ എന്തായാലും ഫുൾ കൈ ഡ്രസ്സൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആണ്ടാ മോഡേണാണ്, മോഡേൺ ഡ്രസ്സൊക്കെയാണ്, അങ്ങനെയുള്ള ടോപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ജീവിതം കൊണ്ടിട്ട് നമുക്ക് ദുഃഖമാണെങ്കിലും ഡ്രസ്സുകളെല്ലാം ഇത് അന്ന് ഇക്ക ഉള്ളപ്പോഴുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആണ് അദ്ദേഹത്തിനും ഇങ്ങനത്തെയൊക്കെ ആണ് ഇഷ്ടം. എപ്പോഴും ഒരുങ്ങണം. അങ്ങനെ പുറത്തൊന്നും നമ്മൾ പോകില്ല, ഇക്കാൻ്റെ കൂടെ പുറത്ത് പോകുള്ളൂ. കാരണം കുട്ടിയും ഞാൻ പ്രഗ്നൻസി ടൈമൊക്കെ അല്ലായിരുന്നു, പിന്നെ കൊറോണ ലോക്ക്ഡൗണൊക്കെ അല്ലായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ വേറെന്തൊക്കെയാണ്, ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോകാനുള്ള ഒരുക്കമാണ്. നിങ്ങളുടെ ദുആയും സപ്പോർട്ടൊക്കെ വേണം. പിന്നെ നമ്മുടെ അടുക്കള കുറച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബാക്കി വന്ന എത്ര സിമൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ കുറച്ച് പുറത്തൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തിൽ ആരും ഒരു പരിധി കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോഴും നമ്മൾ തന്നെ നിൽക്കണം, സപ്പോർട്ട് നമ്മൾ തന്നെ നിൽക്കണം. നമ്മളെ മക്കൾക്ക് ആരുമില്ല, അല്ലെങ്കിൽ അള്ളാഹു എല്ലാം കൊണ്ട് തരും എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മൾ അള്ളാഹയും കൂടെ നിന്ന് നമ്മുടെ ദുആയും ചെയ്താൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ സെറ്റാക്കി. ഇതൊക്കെ കണ്ട സിമൻ്റൊക്കെ സെറ്റായി. അപ്പോൾ എൻ്റെ വീട് ചെളി അടിക്കൂല. നോക്ക് 2 സൈഡ് ഇതൊക്കെ എൻ്റെ പണികളാണ്. പിന്നെ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഞാൻ സിമൻ്റ് ഇട്ട്, ഈ വിടവൊക്കെ ഇല്ലേ
പിന്നെ നമ്മുടെ ഈ നെറ്റിൽ കുറഞ്ഞ നെറ്റും കൂടെ ഉണ്ട്. അതായത് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു കള്ളിയുള്ളത്. ആ നെറ്റ് മേടിച്ചിട്ട് ഒരു ഇത്തപ്പം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു. കാരണം പാമ്പിൻ്റെ ശല്യം ബേക്കിലോട്ടൊക്കെ കാടാണ്, അപ്പോൾ മേടിച്ചടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാ അപ്പോഴധികം തൂളിങ്ങ് കയറില്ല. അപ്പം ഇന്നലെ തന്നെ മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളം അകത്തിട്ട് കയറി. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഇതിൻ്റെ വരിപ്പിൽ ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് വെള്ളം ഒരു സ്ഥലത്ത് വീഴാനുള്ള സെറ്റും കൂടെ ഒരുക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചെളിയടിക്കണം, മക്കൾക്ക് ഇറങ്ങാവില്ല. മക്കൾ ഭയങ്കര വെള്ളത്തിൽ കളിയാണ്. കുഞ്ഞു മക്കളെ കാര്യങ്ങളൊക്കെ അറിയാമല്ല. അപ്പോൾ നമ്മളെ വീടൊക്കെ അൽഹംദുലില്ലാ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് മാഷാ അല്ലാ. പിന്നെ ഇനി ഇതെല്ലാം ഒരുക്കണം. പിന്നെ മക്കളെ പാത്രങ്ങളൊക്കെ അങ്ങ് എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ മദ്രസ തുടങ്ങി. മദ്രസയിൽ 2 മണിക്കൂറത്തെ ക്ലാസ്സാണ്. ഇതൊക്കെ നമുക്ക് സക്കാത്ത് കിട്ടിയ അരിയും കാര്യമാണ്. പിന്നെ അപ്പം ചൂടാനും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളെ കമൻറ്റ് കുറേ പേര് പറയുന്നുണ്ട് ചിരിച്ച് ഒരു വഴിയായി. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സ്ട്രിക്റ്റ് ഉള്ള ഒരാളല്ല. കോമഡി കഥാപാത്രം ആണാന്ന് വെച്ചാൽ എനിക്ക് സ്ട്രിക്റ്റിലൊന്നും പെരുമാറാൻ അറിയില്ല. എനിക്കിങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റും. ഞാൻ ഇങ്ങനെയാണ്. പിന്നെ നിനക്ക് അഹങ്കാരം കൂടിയാന്ന് വെച്ചാൽ ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലല്ലോ. എന്നെ ചവിട്ടി മെതിക്കാൻ വന്നാൽ ഞാൻ വിട്ടുകൊടുക്കൂല. അതൊക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാ നിങ്ങൾ വഴിയെ എന്നെ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായൊരു മാറ്റമാണ് അൽഹംദുലില്ലാ ഇതൊക്കെ. അപ്പം ഞാൻ എന്നും കരഞ്ഞിട്ടൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ ഈ മക്കൾക്കൊപ്പം ഇനിയെങ്കിലും. അപ്പോൾ എൻ്റെ ലൈഫ് എനിക്കുണ്ടായ ദുഃഖം എൻ്റെ ലൈഫിൽ വേറെ ആർക്കും ഉണ്ടാവില്ല. പിന്നെ പിച്ച് ചീന്തുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഒരു ഫ്രോക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എടുത്ത് വിൽക്കാൻ വെച്ചിരുന്ന ഫ്രോക്കാണ്. അത് അന്ന് എനിക്കങ്ങ് കളർ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് ഈ ഫ്രോക്ക്. ഇതിൻ്റെ അടിയിൽ പാൻറ് ഉപയോഗിക്കും. ഇതാണ് ഡ്രസ്സ്. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തട്ടാ. അത് നോക്ക്, മാഷാ അല്ലാ അടിപൊളിയല്ലേ? എൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് ഇതൊക്കെയാണ്. ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളായിരുന്നു സത്യം പറഞ്ഞാൽ. പുറത്തും ആ നീലയും ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ ഇത് മൊത്തം എൻ്റെ മക്കളെ ഡ്രസ്സാണ്. അപ്പോൾ അള്ളാഹു ഉള്ളതിന് ഒരുപാട് പേര് വിഷമിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് പ്രാരാബ്ദം കൊണ്ടിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കുത്തിനോവിക്കാനായിട്ട് തുടങ്ങിയ ചാനലുകളുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിഷ്ടമാണ്, നമ്മളെ ഇഷ്ടമാണ്, നമ്മൾ ആരെയും അടിമയല്ല, അള്ളാൻ്റെ അടിമകളാണ്. അപ്പം നിങ്ങളെ സന്തോഷം കണ്ടെത്തി സുഖം കണ്ടെത്തി ജീവിക്കുക. മറ്റുള്ളവരല്ല നമുക്ക് സുഖം തരുന്നത്, നമ്മളാണ് തീരുമാനിക്കേണ്ടിയുള്ളത് നമ്മൾ ഏത് വഴിയിൽ ജീവിക്കണമെന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, അള്ളാനെ മുറുകെ പിടിക്കുക. അപ്പം ഞാൻ കല്ലമ്പലത്തിൽ പോണ്, ചിലപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇടും, ചിലപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ അൽഹംദുലില്ലാ ഉപ്പയ്ക്ക് ചോറും ഉമ്മയ്ക്ക് വരാനായിട്ട് ഒരുപാട് താമസിക്കുമെന്ന് തോന്നുന്നു. ഉപ്പയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ട് മക്കൾക്കും ചോറ് കൊടുത്ത്. നാത്തൂൻ TTC ആണ് പഠിക്കുന്നത്. പിന്നെ സഹോദരൻ്റെ പെണ്ണില്ലേ, അവൾ വന്ന് മക്കളെ ഏൽപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. ഇതുവഴി ഒരു ബസ്സുണ്ട്. വേറൊരു കാര്യം കൂടെ പറയാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കരയും എന്ന് വിചാരിക്കുന്നവരടുത്ത് ഒരൊറ്റ കാര്യം പറയുള്ളൂ, അള്ളാഹു എനിക്ക് തന്ന ജീവിതമാണിത്, എൻ്റെ വിധിയാണിത്. അങ്ങനെ സമാധാനിച്ച് മക്കളെ നോക്കി. ഞാനില്ലെങ്കിൽ എൻ്റെ മക്കളില്ലല്ല. അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ. എൻ്റെ മക്കളെ എനിക്ക് നോക്കിയേ പറ്റൂ. പിന്നെ എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മരിച്ചു പോയ മകന് ശേഷം അൽഹംദുലില്ലാ എനിക്ക് 3 മക്കളെ തന്ന്. ഈ 3 മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കും, എന്നെക്കൊണ്ട് ഒക്കും പോലെ. അപ്പം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കല്ലമ്പലത്തിൽ പോണത്. കാരണം എല്ലാവരും 3 വർഷം കൊണ്ട് വെറുതെയൊക്കെ ചെറുതായി കീറിപ്പോയായിരുന്നു. അപ്പം ഇനിയെങ്കിലും മക്കൾ ഞാനൊന്ന് സന്തോഷമായിട്ട് ഇത്രയുള്ള. അസ്സലാമു അലൈക്കും.